ഡൽഹിയിലെ മാരത്തോൺ ചർച്ചയിലും KPCC പുനഃസംഘടനയിൽ സമവായമായില്ല. KPCC അധ്യക്ഷൻ നാളെയും ഡൽഹിയിൽ തുടരും. മറ്റുള്ള നേതാക്കൾ ഇന്നത്തോടെ ഡൽഹിയിൽ നിന്ന് മടങ്ങും. കേരളത്തിലെത്തിയ ശേഷവും തുടർ ചർച്ചകൾ നടക്കും. 3 ദിവസം നീണ്ട മാരത്തൺ ചർച്ച, സമവായ നീക്കങ്ങൾ, സമ്മർദ്ദതന്ത്രം. എന്നിട്ടും KPCC പുനഃസംഘടനയിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ അഭിപ്രായ സമന്വയത്തിലെത്തിയില്ല. DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിലാണ് രൂക്ഷമായ തർക്കം. ആർക്കും ഇളവ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ കടുംപിടുത്തം പ്രതിസന്ധിയാണ്. ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. എല്ലാ നേതാക്കളെയും നേരിട്ടും കൂട്ടമായും സണ്ണി ജോസഫ് പലതവണ കണ്ടു. ചർച്ചകൾ തുടരുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. പ്രിയങ്ക ജി ഒഴിച്ചുള്ള എല്ലാ MP മാരുമായിട്ട് 1-2 തവണ ആശയവിനിമയം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇനി കേരളത്തിലേക്ക് തന്നെ മടങ്ങി അവിടെയുള്ള നേതാക്കന്മാർ, അത് സംസ്ഥാന നേതാക്കന്മാരുണ്ട്, MLA മാരുണ്ട്, DC പ്രസിഡന്റുമാരുണ്ട്, അവരെല്ലാവരുമായിട്ടും കേരളത്തിൽ തന്നെ ഒന്നുകൂടി ചർച്ച നടത്തി ഉചിതമായിട്ടുള്ള തീരുമാനം തക്ക സമയത്ത് നടത്തും. ഡൽഹി ചർച്ചകൾ വിജയകരമായിരുന്നോ അതോ പരാജയമാണോ? ഒരു തരത്തിലും ഒരു പരാജയവുമില്ല. വളരെ വിജയകരമായിട്ടുള്ള ചർച്ചകളാണ്. അതിനിയും ഡൽഹിയിൽ എപ്പോഴും വരാമല്ലോ. അത് ഇനിയും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന. ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും അനുനയ ശ്രമത്തിന് മുൻകൈ എടുക്കുന്നുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നാളെ ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി ചർച്ച നടത്തും. പുതിയ DCC അധ്യക്ഷന്മാർ, KPCC ട്രഷറർ, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ തുടങ്ങി 140-ലധികം പുതിയ ഭാരവാഹികളെയാകും പ്രഖ്യാപിക്കുക. ജംബോ കമ്മിറ്റിയാകും പുറത്തുവരികയെന്ന് ഉറപ്പായി. നാളെ കേരളത്തിലെത്തുന്ന നേതാക്കൾ സംസ്ഥാനത്ത് ചർച്ച തുടരും. ഈ മാസം 10 തന്നെ പട്ടിക പ്രഖ്യാപിക്കണമെന്ന അന്ത്യശാസനം ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.